അടുത്തത് ഡയറക്റ്റ് മെമ്മറി ആക്സസ് DMA. 3 മോഡ്സ് ഓഫ് ട്രാൻസ്ഫർ ആണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. പ്രോഗ്രാംഡ്, ഇൻറപ്റ്റ് ഡ്രിവൺ ആൻഡ് DMA, ഡയറക്റ്റ് മെമ്മറി ആക്സസ്. അതിൽ 2 എണ്ണം നമ്മൾ പഠിച്ചു, മൂന്നാമത്തതാണ് ഡയറക്റ്റ് മെമ്മറി ആക്സസ്. അപ്പോൾ ആദ്യം പഠിച്ച 2 മോഡ്സ് പ്രോഗ്രാംഡ് ആണെങ്കിലും ഇൻറപ്റ്റ് ഡ്രിവൺ ആണെങ്കിലും എങ്ങനെയായിരുന്നു അതിനകത്ത് ട്രാൻസ്ഫർ നടന്നുകൊണ്ടിരുന്നത്? മെമ്മറിയും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസും തമ്മിൽ CPU ആയിരുന്നു ഈ ഒരു കമ്മ്യൂണിക്കേഷനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലേ? നമുക്ക് മെമ്മറി ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസും ഉണ്ട്. അപ്പോൾ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസും മെമ്മറിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് അവിടെ വിഷയം, അല്ലേ? അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആരായിരുന്നു? പ്രോസസ്സർ ആയിരുന്നു. അപ്പോൾ പ്രോസസ്സറാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്, അല്ലേ? ഈ ഒരു കണ്ടിന്യൂസ് ഇൻ്റർവെൻഷൻ ചെയ്തുകൊണ്ടിരുന്നത് പ്രോസസ്സറായിരുന്നു. പ്രോസസ്സറിലൂടെയാണ് ഈ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫർ ഓഫ് ഡാറ്റ നടന്നിരുന്നത്, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിരുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ പ്രോഗ്രാംഡ് ആണെങ്കിൽ പ്രോസസ്സർ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോൾ ചെയ്യും, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് പോൾ ചെയ്യും, ഡാറ്റ എന്തെങ്കിലും സെൻഡ് ചെയ്യാനുണ്ടോ എന്ന് പോൾ ചെയ്തുകൊണ്ടിരിക്കും. ഉണ്ടെങ്കിൽ ഡാറ്റയെ ട്രാൻസ്ഫർ ചെയ്യും. ഇനി ഇൻറപ്റ്റ് ഡ്രിവൺ ആണെങ്കിൽ ഈ പോളിംഗ് സ്കീമിന് പകരം എന്തായിരിക്കും? ഒരു ഇൻറപ്റ്റ് സിഗ്നൽ ആയിരിക്കും അവിടെ കൊടുത്തിരിക്കുക. അപ്പോൾ എപ്പോഴാണോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് ഡാറ്റ ഇങ്ങോട്ട് സെൻഡ് ചെയ്യാനുള്ളത്, അപ്പോൾ ഇൻറപ്റ്റ് ആയിട്ടത് പ്രോസസ്സറിലേക്ക് സെൻഡ് ചെയ്യും. അപ്പം ഈ 2 മെത്തേഡിലും ഓവർ ഹെഡ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇൻറപ്റ്റ് ഡ്രിവൺ ആണെങ്കിൽ ഇൻറപ്റ്റ് ജനറേറ്റ് ചെയ്ത് അയക്കാനും തിരിച്ചിങ്ങോട്ട് അക്നോളജ്മെൻറ്റ് അയക്കാനും ഒക്കെ ഒത്തിരി ടൈം വേസ്റ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ പോളിംഗ് സ്കീം ആണെങ്കിൽ തന്നെ അതിനുള്ള പോളിങ്ങിന് വേണ്ടിയുള്ള പ്രോഗ്രാം റൺ ചെയ്യാനായിട്ടും കുറേ സമയം പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ആ ഒരു ഡിസഡ്വാൻറ്റേജ്, ആ ഒരു ലിമിറ്റേഷനെ ഓവർകം ചെയ്യാനായിട്ടും ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ വളരെ സ്പീഡിൽ ഇൻ ബിറ്റ്വീൻ ദിസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആൻഡ് മെമ്മറി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുമാണ് ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ്? DMA used to transfer large blocks of data at high speed. അപ്പോൾ ഈ ഹൈ സ്പീഡ് എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത്? ഇവിടെ ഹൈ സ്പീഡ് അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, it allows transfer of block of data directly between an external device and main memory. അപ്പോൾ ഇവിടെ CPU-ൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ ഡയറക്റ്റായിട്ട് എക്സ്റ്റേണൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസും മെമ്മറിയും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ്. അതുകൊണ്ടാണ് ഹൈ സ്പീഡ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസും മെമ്മറിയും തമ്മിൽ ഡയറക്റ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ പോസിബിൾ ആക്കിയിരിക്കുന്നത്. ഓക്കെ, without continuous intervention by the processor. ഓക്കെ, അതായത് നമുക്കിവിടെ ഒരു CPU ഉണ്ട്, ദെൻ മെമ്മറി ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്. ഇനി ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസും മെമ്മറിയും തമ്മിലാണ് ഡയറക്റ്റ് മെമ്മറി ആക്സസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. മറ്റ് 2 കേസിലും ഈ CPU ആയിരുന്നു ഈ ഒരു കമ്മ്യൂണിക്കേഷനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് മെമ്മറിയിൽ നിന്ന് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്തെടുക്കണം, റീഡ് ചെയ്തെടുക്കണമെങ്കിൽ ഇത് CPU-ലൂടെയായിരുന്നു ആ ഒരു കമ്മ്യൂണിക്കേഷൻ പോയിരുന്നത്. അതുപോലെ തന്നെ തിരിച്ചു. അതേസമയം ഇവിടെ അങ്ങനെയല്ല, ഡയറക്റ്റ് ആയിട്ടാണ് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആരായിരിക്കും ഈ ഒരു കമ്മ്യൂണിക്കേഷനെ കോർഡിനേറ്റ് ചെയ്യുക? എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ഇൻസ്ട്രക്ഷനെ അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫറിന് കാരണമാകുന്ന പ്രോഗ്രാം ഇൻസ്ട്രക്ഷനെ റൺ ചെയ്യുന്നത് CPU ആയിരിക്കും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അണ്ടർ കൺട്രോൾ ഓഫ് ദിസ് പ്രോസസ്സർ ആയിരിക്കും ഈ ഒരു ഓപ്പറേഷൻസ് ഒക്കെ നടക്കുക. എന്നാലും ഈ CPU-ൻ്റെ കണ്ടിന്യൂസ് ഇൻ്റർവെൻഷൻ ഉണ്ടാവില്ല. അപ്പോൾ ആരായിരിക്കും ഈ ഒരു ഡയറക്റ്റ് മെമ്മറി ആക്സസ് കോർഡിനേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് ചെയ്യുന്നത്? അതിന് നമ്മളൊരു സർക്യൂട്ട് യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ DMA കൺട്രോളർ എന്ന് വിളിക്കുന്നത്. DMA കൺട്രോളർ അല്ലെങ്കിൽ DMA കൺട്രോളർ അല്ലെങ്കിൽ DMAC.
ഓക്കെ, അപ്പോൾ ഈ DMA കൺട്രോളർ ആയിരിക്കും ഈ ഒരു ഡയറക്റ്റ് മെമ്മറി ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് ഇനി മെമ്മറിയെ ആക്സസ് ചെയ്യണമെന്ന് വിചാരിക്കുക, ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യണം. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ, ഈ ഒരു ആക്സസ് നടക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ ഫ്ലോ നടക്കുന്നത് ഏതുവഴിയായിരിക്കും? ബസ്സിലൂടെ ആയിരിക്കും അല്ലേ? എപ്പോഴും കമ്മ്യൂണിക്കേഷൻ പാത്ത് എന്ന് പറയുമ്പോൾ അത് ബസ്സാണ്. അപ്പോൾ ഏത് ബസ്സിലൂടെ ആയിരിക്കും? നമുക്ക് ഓൾറെഡി ഉള്ള സിസ്റ്റം ബസ്സിലൂടെ തന്നെയായിരിക്കും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, സിസ്റ്റം ബസ്. പക്ഷേ ഈ സിസ്റ്റം ബസ്സിൻ്റെ ആക്സസ് എന്ന് പറയുന്നത് ആർക്കാണ്? CPU-നാണ്. ഓക്കെ, അപ്പോൾ സിസ്റ്റം ബസ് ഇരിക്കുന്നത് CPU-ൻ്റെ കൺട്രോളിലാണ്. അപ്പോൾ ഈ CPU-ൻ്റെ കൺട്രോളിൽ നിന്ന് ഈ ബസ്സിനെ ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടി വിട്ടുകിട്ടണം. ഓക്കെ, അതിന് ആദ്യം റിക്വസ്റ്റ് ചെയ്യും. റിക്വസ്റ്റ് ചെയ്ത് CPU-ൻ്റെ കയ്യിൽ നിന്ന് ബസ്സിൻ്റെ ആക്സസ്, സിസ്റ്റം ബസ്സിൻ്റെ ആക്സസ് വാങ്ങിയെടുക്കും. എന്നിട്ടായിരിക്കും ഈ ഡയറക്റ്റ് മെമ്മറി ആക്സസ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് മെമ്മറിയിൽ നിന്ന് എന്തെങ്കിലും റീഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. മെമ്മറിയിൽ നിന്ന് എന്തെങ്കിലും റീഡ് ചെയ്തെടുക്കണമെന്ന് വിചാരിക്കുക. ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. റീഡ് ചെയ്തെടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഡയറക്റ്റ് മെമ്മറി ആക്സസിലൂടെയാണ് റീഡ് ചെയ്യേണ്ടത്. സോ ഈ ഡയറക്റ്റ് മെമ്മറി ആക്സസിനെ കൺട്രോൾ ചെയ്യുന്ന സർക്യൂട്ടാണ് ഈ DMA കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആദ്യം ഈ DMA കൺട്രോളറിനോട് അത് ഇൻഫോം ചെയ്യും. അപ്പോൾ ഈ DMA കൺട്രോളർ ഇരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനൊരു ഇൻ്റർഫേസ് ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചായിരുന്നു. എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസും ഇൻ്റർഫേസ് ത്രൂ ആണ് CPU-ലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. കുറേ ഡിഫറൻസസ് ഉണ്ട്. അതിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ടാണ് നമ്മൾ ഇൻ്റർഫേസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആ ഇൻ്റർഫേസിനുള്ളിലാണ് ഈ DMA കൺട്രോളർ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്തെങ്കിലും തരത്തിലുള്ള ഓപ്പറേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് മെമ്മറി ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ, റീഡ് ഓർ റൈറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം അത് DMA കൺട്രോളറിനെ ഇൻഫോം ചെയ്യും. അതിനായിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് DMA കൺട്രോളറിലേക്കൊരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. അതിനെ എന്ത് വിളിക്കും? DMA റിക്വസ്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ DMA റിക്വസ്റ്റ് DMA കൺട്രോളറിൽ വന്നു കഴിയുമ്പോൾ അതിന് മനസ്സിലാവും, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് ഒരു ഡയറക്റ്റ് മെമ്മറി ആക്സസ് ചെയ്യണം. അപ്പോൾ എന്ത് വേണം? സിസ്റ്റം ബസ്സിൻ്റെ ആക്സസ് കിട്ടണം. സിസ്റ്റം ബസ് ഉണ്ടെങ്കിലേ നമുക്ക് ആ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിലൂടെ അല്ലേ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ DMA കൺട്രോളർ എന്ത് ചെയ്യും? അതിനറിയാം CPU-ൻ്റെ കയ്യിലാണ് ഈ ബസ്സിൻ്റെ ആക്സസ് ഉള്ളത്. CPU അത് അനുവദിച്ച് തന്നാലേ പറ്റുള്ളൂ. അപ്പോൾ DMA കൺട്രോളർ CPU-ലേക്കൊരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. സിസ്റ്റം ബസ് തരുമോ എന്ന് ചോദിച്ചിട്ടൊരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. അതിനെ നമ്മൾ ബസ് റിക്വസ്റ്റ് എന്ന് വിളിക്കും. ബസ് റിക്വസ്റ്റ് അല്ലെങ്കിൽ ഹോൾഡ് എന്ന് വിളിക്കും. സിസ്റ്റം ബസ് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ളൊരു റിക്വസ്റ്റ്. അപ്പോൾ CPU-ന് ആ റിക്വസ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ CPU നോക്കും, ഒരു ഡയറക്റ്റ് മെമ്മറി ആക്സസ് റിക്വസ്റ്റ് അല്ലെങ്കിൽ സിസ്റ്റം ബസ്സിൻ്റെ ആക്സസിന് വേണ്ടി ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. CPU എന്ത് ചെയ്യും? അത് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, CPU അത് ഗ്രാൻഡ് ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ടേക്ക്, അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി തിരിച്ചിങ്ങോട്ടേക്ക് ഒരു ബസ് ഗ്രാൻഡ് സിഗ്നൽ അയക്കും. അതിനെ HLDA എന്ന് നമ്മൾ വിളിക്കും. HLDA എന്ന് പറഞ്ഞാൽ ഹോൾഡ് അക്നോളജ്മെൻ്റ് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഈ HLDA സിഗ്നൽ DMA കൺട്രോളറിന് കിട്ടുമ്പോഴത്തേക്കിന് അതിന് മനസ്സിലാവും, DMA കൺട്രോളറിന് കിട്ടുമ്പോൾ മനസ്സിലാവും സിസ്റ്റം ബസ്സിൻ്റെ ആക്സസ് കിട്ടി എന്ന് മനസ്സിലാവും CPU-ൽ നിന്ന്. അപ്പോൾ DMA കൺട്രോളർ അത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് അയക്കും. ആ ഒരു ന്യൂസ് അത് അയക്കുന്നത് അക്നോളജ്മെൻറ്റിൻ്റെ രൂപത്തിലായിരിക്കും. അതിനെ നമ്മൾ DMA അക്നോളജ്മെൻറ്റ് ACK എന്ന് വിളിക്കും, ഡയറക്റ്റ് മെമ്മറി ആക്സസ് അക്നോളജ്മെൻറ്റ്. അതിനുശേഷമായിരിക്കും ഇവർ തമ്മിലുള്ള ഈ ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് DMAയുടെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ DMA കൺട്രോളർ ഒരു ട്രാഫിക് കൺട്രോളറായിട്ട് മാത്രമേ ആക്ട് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ ഈ ഡാറ്റ ട്രാൻസ്ഫറിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ, ഈ ഒരു ഡാറ്റ ട്രാൻസ്ഫർ ഒരു ട്രാഫിക് കൺട്രോളിങ് മാത്രമായിരിക്കും DMA കൺട്രോളർ ചെയ്യുന്നത്. എവിടെ നിന്നാണ് ഈ ഡാറ്റ? ഇപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്
മെമ്മറിയെ ആക്സസ് ചെയ്യുന്നുണ്ട് അല്ലേ. മെമ്മറി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ എടുക്കുകയാണ്. അപ്പം മെമ്മറിയെ ആക്സസ് ചെയ്ത് കുറേ കാര്യങ്ങൾ എടുക്കണമെങ്കിൽ എന്ത് വേണം? അഡ്രസ്സ് വേണം അല്ലേ. എവിടെ നിന്നാണ്? അപ്പം ബ്ലോക്സ് ഓഫ് ഡേറ്റയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ലൊക്കേഷനിൽ ഒരു ബൈറ്റ്, നമ്മൾ ബൈറ്റ് അഡ്രസ്സബിൾ മെമ്മറിയാണ് എപ്പോഴും കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. ഒരു ലൊക്കേഷനിൽ ഒരു ബൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമുക്കൊരു സെറ്റ് ഓഫ് ബൈറ്റ്സ് എടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഏത് അഡ്രസ്സിലാണ് നമ്മുടെ ഇൻഫർമേഷൻ, നമുക്ക് ഏത് അഡ്രസ്സ് തൊട്ടാണ് നമുക്ക് റിട്രൈവ് ചെയ്യേണ്ട ഡാറ്റ ഇരിക്കുന്നത് എന്നുള്ള ഒരു സ്റ്റാർട്ടിംഗ് അഡ്രസ് നമ്മൾ DMA കൺട്രോളറിന് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാര്യം DMA കൺട്രോളറിന് ട്രാഫിക് കൺട്രോളറിൻ്റെ ജോലി മാത്രമേ ഉള്ളൂ. ഇത് എവിടെ തൊട്ടാണ് റീഡിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊന്നും DMA കൺട്രോളറിന് അറിയില്ല. സോ നമ്മളത് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ റീഡ് ചെയ്യുന്നത് അല്ലേ. ഒരു മെമ്മറി ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ മെമ്മറി ലൊക്കേഷനിൽ ഒരു ബൈറ്റ് മാത്രമല്ല റീഡ് ചെയ്യുക, മൾട്ടിപ്പിൾ വേർഡ്സ് നമ്മൾ റീഡ് ചെയ്യുന്നുണ്ടാവും. അതൊരൊറ്റ ലൊക്കേഷനിൽ മാത്രമാണോ ഇരിക്കുക? ഒറ്റ ലൊക്കേഷനിലാകെ ഒരു ബൈറ്റ്, 8 ബിറ്റ്സേ ഉള്ളൂ. അപ്പം പിന്നെ എന്താ പറയുക, സക്സസീവ് ആയിട്ടുള്ള ഓരോ ലൊക്കേഷനിലായിരിക്കും ബാക്കിയുള്ള ഡാറ്റ ഉണ്ടാവുക. അപ്പോൾ ടോട്ടൽ കൗണ്ട് കിട്ടിയാലേ ഉള്ളൂ ഈ അഡ്രസ്സിനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് അടുത്തടുത്ത ലൊക്കേഷനിലെ ഡാറ്റ, അങ്ങനെ നമുക്ക് ഫുൾ ബ്ലോക്ക് ഓഫ് ഡാറ്റയും നമുക്ക് ആക്സസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഡാറ്റ കൗണ്ട് കൂടി DMA കൺട്രോളറിന് പറഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ ഈ DMA കൺട്രോളർ ഈ ഒരു ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട് മെമ്മറിയെ റീഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാരായിരിക്കും പറഞ്ഞു കൊടുക്കുക? ഇത് DMA കൺട്രോളറിന് അറിയില്ല, പറഞ്ഞു കൊടുക്കുന്നത് CPU ആയിരിക്കും. CPUവിന് ഇതൊക്കെ അറിയാം. അപ്പോൾ CPU ഈ ഒരു ഇൻഫർമേഷനെ DMA കൺട്രോളറിന് കൊടുക്കും. എപ്പോൾ? ഈ സിസ്റ്റം ബസ്സിൻ്റെ ആക്സസ് നമ്മൾ കൊടുക്കൂലേ ഇവിടെ, ആ ആക്സസ് കൊടുക്കുന്നതിന് മുന്നേ ഈ ഒരു ഇൻഫർമേഷനെ CPU DMA കൺട്രോളറിന് കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ എപ്പോഴാണോ ഹോൾഡ് റിക്വസ്റ്റ് അയക്കുന്നത് CPU എന്ത് ചെയ്യും? ഈ സ്റ്റാർട്ടിംഗ് അഡ്രസ്സും എവിടെ നിന്നാണോ റീഡിങ് തുടങ്ങേണ്ടത് ആ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്, അല്ലെങ്കിൽ എവിടെയാണോ റൈറ്റ് ചെയ്യേണ്ടത് ആ സ്റ്റാർട്ടിംഗ് അഡ്രസ്സും ഡേറ്റ കൗണ്ടും CPU ആദ്യം സിസ്റ്റം ബസ്സിലൂടെ DMA കൺട്രോളറിന് പ്രൊവൈഡ് ചെയ്യണം. എന്നിട്ടേ സിസ്റ്റം ബസ്സിൻ്റെ ആക്സസ് CPU DMA കൺട്രോളറിന് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, സിസ്റ്റം ബസ്സിൻ്റെ ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ CPUവിന് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓർഡറിൽ പറയുകയാണെങ്കിൽ ആദ്യം നടക്കുന്നത് എന്തായിരിക്കും? DMA റിക്വസ്റ്റ് ഇങ്ങോട്ടേക്ക് അയച്ചു. രണ്ടാമത് DMAC എന്ത് ചെയ്യും? ബസ് റിക്വസ്റ്റിനെ CPUവിലേക്ക് അയക്കും. CPU എന്ത് ചെയ്യും? ഇൻഫർമേഷൻ അല്ലേ, സ്റ്റാർട്ടിംഗ് അഡ്രസ് ഇൻഫർമേഷനും ഡാറ്റ കൗണ്ട് ഇൻഫർമേഷനും എങ്ങോട്ടേക്ക് അയക്കും? DMACക്ക് കൊടുക്കും. അപ്പോൾ DMACയിൽ ആ ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ 2 രജിസ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. അതിനെപ്പറ്റി അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഡാറ്റ കൗണ്ട് രജിസ്റ്ററും രണ്ടാമത്തത് സ്റ്റാർട്ടിംഗ് അഡ്രസ് രജിസ്റ്ററും. വേറെ രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് അടുത്ത സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, രണ്ടാമത് ബസ് റിക്വസ്റ്റ് അയച്ചു, സിസ്റ്റം ബസ് തായോ എന്ന് പറഞ്ഞിട്ട്. ദെൻ CPU എന്ത് ചെയ്യും? ഈ ഇൻഫർമേഷനെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആൻഡ് ഡാറ്റ കൗണ്ട് ഇൻഫർമേഷനെ കൊടുത്തതിന് ശേഷം ബസ് ഗ്രാൻഡ് സിഗ്നൽ അയക്കും. ആ ബസ് ഗ്രാൻഡ് സിഗ്നൽ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സിസ്റ്റം ബസ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു, DMA ട്രാൻസ്ഫറിന് വേണ്ടി അനുവദിച്ച് കൊടുത്തു എന്നാണ് അതിൻ്റെ മീനിങ്. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 3rd സ്റ്റെപ്പ് ഇത്. 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബസ് ഗ്രാൻഡ്. 3rd സ്റ്റെപ്പ് എന്തായിരുന്നു? ഈ ഇൻഫർമേഷൻ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആൻഡ് ഡാറ്റ കൗണ്ട് ഇൻഫർമേഷനെ സെൻഡ് ചെയ്യുക എന്നുള്ളത്. കാരണം CPUവിനാണ് അതറിയാവുന്നത്. CPU ആണ് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ നടക്കാൻ കാരണമാകുന്ന ഒരു പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ CPUവിന് എല്ലാ കാര്യങ്ങളും അറിയാമായിരിക്കും. അതാ പറയുന്നത്, ഇപ്പം ഈ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ DMA കൺട്രോളറാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാലും CPUവിൻ്റെ കൺട്രോളിലായിരിക്കും പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഏത് പ്രോഗ്രാമാണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് അത് CPU ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഓപ്പറേഷനും ശരിക്കും CPUവിൻ്റെ അണ്ടർ കൺട്രോളിലാണ് അൾട്ടിമേറ്റ്ലി ഉണ്ടാവുക. ദെൻ 4th സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്ത എന്താ?
ബസ് ഗ്രാൻഡ് കിട്ടി. ഇപ്പോൾ DMAC എന്ത് ചെയ്യും, അത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനോട് പറയും ബസ് കിട്ടിയിട്ടുണ്ട്, ഇനി ട്രാൻസ്ഫർ ചെയ്യാം ഇൻ ദ ഫോം ഓഫ് DMA അക്നോളജ്മെൻറ്റ്. അതിനുശേഷം എന്ത് സംഭവിക്കും, ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസും മെമ്മറിയും തമ്മിൽ ഡയറക്റ്റായിട്ട് ട്രാൻസ്ഫർ നടക്കും. ദാറ്റ് ഈസ് ദ 6th സ്റ്റെപ്പ്. അപ്പോൾ ഈ 6 സ്റ്റെപ്സും അറിയാമെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ എഴുതാനായിട്ട് പറ്റും. ഇനി അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിക്കുകയാണേ, എക്സ്പ്ലനേഷൻ വായിക്കുകയാണേ. DMA ട്രാൻസ്ഫേഴ്സ് ആർ പെർഫോംഡ് ബൈ എ കൺട്രോൾ സർക്യൂട്ട് ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഡിവൈസ് ഇൻ്റർഫേസ് കോൾഡ് DMA കൺട്രോളർ. അപ്പോൾ DMA കൺട്രോളറാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. അതെവിടെയാണ് കാണുന്നത്, നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ ഇൻ്റർഫേസിലായിരിക്കും കാണുന്നത്. ബട്ട് ഇറ്റ്സ് ഓപ്പറേഷൻ മസ്റ്റ് ബി അണ്ടർ കൺട്രോൾ ഓഫ് ദ പ്രോസസ്സർ. To initiate the transfer of block of word, the processor sends starting address, the number of words in the block and the direction of transfer. അപ്പോൾ ആദ്യം CPU പറഞ്ഞു കൊടുക്കണം, പ്രോസസ്സർ പറഞ്ഞു കൊടുക്കണം DMA കൺട്രോളറിനോട് എവിടെ നിന്നാണ്, ഇന്ന സ്ഥലത്തു നിന്നാണ് റീഡിങ് അല്ലെങ്കിൽ റൈറ്റിംഗ് ട്രാൻസ്ഫർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇത്ര എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റാർട്ട് ചെയ്യണം, അത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം, അത് കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് അടുത്തടുത്ത ലൊക്കേഷനിലെ നമുക്ക് വേണ്ട ഡാറ്റ ഇങ്ങനെ ഫുൾ ബ്ലോക്കും ആകുന്നവരെ ഇങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഡയറക്ഷൻ ഓഫ് ട്രാൻസ്ഫർ, മെമ്മറിയിലേക്കാണോ മെമ്മറിയിൽ നിന്നാണോ റീഡാണോ റൈറ്റ് ആണോ എന്ന് ഇത്രയും കാര്യങ്ങൾ പ്രോസസ്സർ പറഞ്ഞു കൊടുക്കണം. വെൻ ദ എൻറ്റയർ ബ്ലോക്ക് ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ്, നമുക്ക് ആവശ്യമുള്ള എല്ലാ ബ്ലോക്കും ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ട് DMAC എന്ത് ചെയ്യും, ദ കൺട്രോളർ ഇൻഫോംസ് ദ പ്രോസസ്സർ ബൈ റേസിങ് ഇൻറപ്റ്റ് സിഗ്നൽ. അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ റിക്വേർഡ് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം DMAC എന്ത് ചെയ്യും, ട്രാൻസ്ഫർ നടത്തി കഴിഞ്ഞ് പ്രോസസ്സറിനോട് പറഞ്ഞു കഴിഞ്ഞു, DMA ട്രാൻസ്ഫർ കഴിഞ്ഞു എന്ന് പറയും. അത് പറയുന്നത് ഒരു ഇൻറപ്റ്റ് സിഗ്നലിലൂടെ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ DMA ഇൻ്റർഫേസിൽ കുറച്ച് രജിസ്റ്റേഴ്സ് നമുക്കുണ്ട്. രജിസ്റ്റേഴ്സ് എന്തിനാണ് രജിസ്റ്റേഴ്സ്, ഈ സ്റ്റാർട്ടിങ് അഡ്രസ് ഇൻഫർമേഷനും ഈ ഡാറ്റ അക്കൗണ്ട് സൂക്ഷിച്ച് വെക്കാനും ഒക്കെ. പിന്നെ സ്റ്റാറ്റസ് രജിസ്റ്ററും ഉണ്ട്, കൺട്രോൾ രജിസ്റ്ററും ഉണ്ട്. സ്റ്റാറ്റസ് ആൻഡ് കൺട്രോൾ രജിസ്റ്റേഴ്സ് അത് സ്റ്റാറ്റസ് ഇൻഫർമേഷൻ ഈ ഒരു ഹോൾ പ്രോസസ്സിൻ്റെ കോർഡിനേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് അഡ്രസ്സ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യേണ്ട അഡ്രസ്സ് അത് DMA കൺട്രോളറിന് അറിയില്ല, അത് CPU പറഞ്ഞു കൊടുക്കുമ്പം ആ സ്റ്റാർട്ടിങ് അഡ്രസ്സിനെ സേവ് ചെയ്ത് വെക്കുന്നത് ഈ സ്റ്റാർട്ടിങ് അഡ്രസ് രജിസ്റ്ററിലായിരിക്കും. ഇതായിരിക്കും സ്റ്റാർട്ടിങ് അഡ്രസ് രജിസ്റ്റർ. അടുത്തത് വേർഡ് കൗണ്ട്, എത്ര എമൗണ്ട് ഓഫ് ഡാറ്റയെ നമ്മൾ അല്ലെങ്കിൽ DMA കൺട്രോളർ ട്രാൻസ്ഫർ ചെയ്യണം എന്നത് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും പ്രോസസ്സർ. അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ വേർഡ് കൗണ്ടിൽ ആയിരിക്കും, വേർഡ് കൗണ്ട് രജിസ്റ്ററിലായിരിക്കും. എന്തിനായിരിക്കും ഈ സ്റ്റാറ്റസ് ആൻഡ് കൺട്രോൾ? ഈ സ്റ്റാറ്റസ് ആൻഡ് കൺട്രോൾ രജിസ്റ്ററിനകത്ത് കുറേ ഫീൽഡ്സ് ഉണ്ട്. IRQ, IE, R or W, done. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് R or W കണ്ടോ, ഈ ഒരു ബിറ്റ് അതൊരു ബിറ്റാണ്. ആ ബിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് ട്രാൻസ്ഫർ ആണ്. ദാറ്റ് ഈസ് ദിസ് ഇൻഡിക്കേറ്റ്സ് ഡയറക്ഷൻ ഓഫ് ട്രാൻസ്ഫർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ബിറ്റ് 1 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, റീഡ് ഓപ്പറേഷൻ, അതായത് കൺട്രോളർ മെമ്മറിയിൽ നിന്നാണ് റീഡ് ചെയ്യേണ്ടത്. അതായത് മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്ത് ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുന്ന റീഡ് ഓപ്പറേഷൻ ആയിരിക്കും. ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0 ദാറ്റ് മീൻസ് റൈറ്റ് ഓപ്പറേഷൻ. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് മെമ്മറിയിലേക്ക് റൈറ്റ് ഓപ്പറേഷൻ ആയിരിക്കും ചെയ്യേണ്ടത്. അതാണ് ഈ ഒരു ബിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ അപ്പോൾ റീഡാണോ റൈറ്റ് ഓപ്പറേഷൻ ആണോ, ആ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം when the controller has completed the transferring of a block of data and is ready to receive another command, വിചാരിച്ച അല്ലെങ്കിൽ ആവശ്യമുള്ള അത്രയും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഇനി അടുത്ത ട്രാൻസ്ഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അടുത്ത ട്രാൻസ്ഫർ കമാൻഡ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഡൺ എന്ന് പറയുന്ന ബിറ്റിനെ സെറ്റ് ചെയ്യും, 1 ആക്കും.
ഓക്കെ, ഇനി പിന്നെയുള്ളത് ഇൻറപ്റ്റ് എനേബിൾ ആണ്, IE. IE എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ബിറ്റ് 1 ആണെങ്കിൽ ഇറ്റ് കോസസ് ദ കൺട്രോളർ ടു റേസ് ആൻഡ് ഇൻറപ്റ്റ് ആഫ്റ്റർ ഇറ്റ് ഹാസ് കംപ്ലീറ്റഡ് ട്രാൻസ്ഫറിങ് എ ബ്ലോക്ക് ഓഫ് ഡാറ്റ. അപ്പോൾ ഒരു ബ്ലോക്ക് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് 1 ആക്കും. ദെൻ ഈ IE 1 ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഒരു ഇൻറപ്റ്റ്, ഈ IE 1 ആക്കി കഴിഞ്ഞാൽ ഒരു ഇൻറപ്റ്റ് റേസ് ആവും. അവിടെ കൺട്രോളർ ഒരു ഇൻറപ്റ്റ് പ്രോസസ്സറിലേക്ക് റേസ് ചെയ്യും. ഓക്കെ, ഇനി ഫൈനലി IRQ. നമ്മളൊരു ഇൻറപ്റ്റ് ജനറേറ്റ് ചെയ്ത് പ്രോസസ്സറിലേക്ക് അയച്ച് കഴിയുമ്പോൾ ഈ IRQ 1 ആകും. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ ഓഫ് ട്രാൻസ്ഫർ റീഡാണോ റൈറ്റ് ആണോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു ബിറ്റാണ്, റീഡ് റൈറ്റ് ബിറ്റാണ്. ദെൻ റീഡ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും ആ ഒരു ഓപ്പറേഷൻ ബ്ലോക്സ് ഓഫ് ഡാറ്റയുടെ ട്രാൻസ്ഫർ കഴിഞ്ഞതിന് ശേഷം ഈ ഡൺ ബിറ്റിനെ 1 ആക്കും. ഓക്കെ, ഇനി അടുത്തത് IE എന്തിനായിരുന്നു? IE സെറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഒരു ഇൻറപ്റ്റ് അവിടെ ജനറേറ്റ് ആവുള്ളൂ. അപ്പോൾ IE സെറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? അടുത്ത കമാൻഡിന് വേണ്ടി, അതായത് പ്രോസസ്സറിനോട് പറയുകയാണ് ബ്ലോക്ക് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ കഴിഞ്ഞു. അപ്പോൾ അതിന് ഇൻറപ്റ്റ് ത്രൂ ആണത് പ്രോസസ്സറിലേക്ക് അയക്കുന്നത്, അല്ലേ, അത് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇൻറപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബിറ്റിനെ 1 ആക്കും. ദെൻ ഇൻറപ്റ്റ് ജനറേറ്റ് ചെയ്ത് കൺട്രോളർ പ്രോസസ്സറിലേക്ക് അയച്ച് കഴിയുമ്പോൾ ഈ ഇൻറപ്റ്റ് റിക്വസ്റ്റ് ബിറ്റിനെ 1 ആക്കും. ഓക്കെ, അപ്പോൾ അതായത് ആ ഒരു ഡയറക്റ്റ് മെമ്മറി ആക്സസ്, ആ ഒരു പ്രോസസ്സിൻ്റെ പല സ്റ്റേജിലുമുള്ള സ്റ്റാറ്റസിനെയാണ് ഈ ഒരു രജിസ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു രജിസ്റ്ററിലെ ബിറ്റ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതനുസരിച്ചായിരിക്കും പ്രോസസ്സ് കൺട്രോൾഡ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും രജിസ്റ്റേഴ്സ് ആയിരിക്കും ഈ DMA പ്രോസസ്സിന് വേണ്ടി DMA ഇൻ്റർഫേസിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് അടുത്തത് യൂസ് ഓഫ് DMA കൺട്രോളർ. അപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ DMA കൺട്രോളർ ഉപയോഗിച്ച് എങ്ങനെയാണ് ഡിവൈസസിനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ DMA കൺട്രോളർ കണക്ട്സ് ഹൈ സ്പീഡ് നെറ്റ്വർക്ക് വിത്ത് ദ കമ്പ്യൂട്ടർ ബസ്. ഇവിടെ നോക്കിക്കേ, ഹൈ സ്പീഡ് നെറ്റ്വർക്കിനെ നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു DMA കൺട്രോളർ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഡിസ്ക് കൺട്രോളറുണ്ട്. 2 ഡിസ്കിനെ കമ്പ്യൂട്ടർ സിസ്റ്റം ബസ്സുമായിട്ട് അല്ലെങ്കിൽ പ്രോസസ്സറുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഒരു ഡിസ്ക് കൺട്രോളറിലൂടെയാണ്. അപ്പോൾ ഇവിടെ 2 ചാനൽസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് യൂസസ് ചോദിച്ചാൽ ഇതായിരിക്കണം എഴുതേണ്ടത്.